ഹായ് ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രുക്കുവിനെ അവിടെ ആക്കിയതിനു ശേഷം തന്നെ ചന്ദ്ര തിരിച്ചു പോവാട്ടോ. എന്നാൽ ശരി, എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേനും പുറത്തിറങ്ങുന്ന ചന്ദ്ര മനസ്സിലൊരു കാര്യം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ ഇവിടെ നാട്ടിച്ചിട്ടുള്ള ഈ അർച്ചനയെ ഞാൻ വെറുതെ വിടില്ല. അവളെ എനിക്ക് തിരിച്ചും ഇങ്ങനെ അപമാനിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അതിനുള്ള വഴികൾ നോക്കും എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എല്ലാവരും നിൽക്കെ തന്നെ അർച്ചന കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കട്ടെ ചെയ്യുന്ന അച്ചുവിനും രുക്കുവിനും. ജീവിതമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്തായാലും അച്ചു രുക്കു കൂടി വന്നതല്ലേ, നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ആഘോഷിച്ചാലോ എന്ന് അനന്തൻ പറയുന്നുണ്ട്. അപ്പോഴത്തേനും അനന്തൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞാനും അനന്തേട്ടനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ, പോയി തിരിച്ചു വന്നപ്പോഴൊന്നും എനിക്കിങ്ങനെ ഒരു പാർട്ടി തന്നിട്ടില്ലല്ലോ ആരും എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവർക്കും അത് ചിരി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇവർ തിരിച്ചു വന്നതേ നന്നായി എന്ന് രമ്യം പറയുന്നുണ്ട്. എന്തായാലും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് അർച്ചന പറയുന്നുണ്ട്. ഇനി രണ്ടുപേരും പുതിയൊരു ജീവിതം ആരംഭിക്കണം. അച്ചു, രുക്കു തിരിച്ചു വന്നതോടുകൂടി നീ വലിയ അഹങ്കരിക്കൊന്നും വേണ്ട. തോറ്റു കൊടുക്കുമ്പോഴാണ് അവിടെ സ്നേഹത്തിൻ്റെ വില അറിയുള്ളൂ. അത് സ്നേഹം കൂടി വരുള്ളൂ, സ്നേഹമാണ് എന്നും ജയിക്കുകയുള്ളൂ എന്നൊക്കെ അർച്ചന ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഇത് രുക്കുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം തന്നെ ചിന്നുമോളാണെങ്കിൽ കുറച്ച് മധുരമൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ രുക്കുവിനോടും അച്ചുവിനോടും പരസ്പരം എടുത്തു കൊടുക്കാനായിട്ട് പറയുന്നു കേട്ടോ. ഈ മധുരം കഴിച്ചതോടുകൂടി നിങ്ങളുടെ പുതിയ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് അർച്ചന അവരോട് പറയുന്നു കേട്ടോ. എന്തായാലും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു സെൽഫി എടുത്താലോ അമ്മയെന്ന് പറഞ്ഞിട്ട് ചിന്നു സെൽഫി എടുക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. പിന്നെയും ചന്ദ്രകാന്തനെ കാണിക്കുന്നത്, അങ്ങനെ അവിടെ വിജയനാണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ചിന്നു വിളിക്കുന്നുണ്ട്. ചിന്നു എന്തിനാണ് വിളിക്കുന്നത് വെച്ചാൽ അച്ഛനോട് നന്ദി പറയാനാണ്. രുക്കു ആൻറ്റിനെ തിരിച്ചയച്ചില്ലേ, ഒരുപാട് സന്തോഷമുണ്ട് അച്ഛന് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, ഞങ്ങളിപ്പോൾ ഹാപ്പിയാണെന്ന് പറയുമ്പോൾ എന്തായാലും വിജയൻ തിരിച്ച് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു, അച്ഛനെ സന്തോഷിക്കാൻ നീ എന്താ ചെയ്യുക, അച്ഛനും സന്തോഷം ഉണ്ടാവും, അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അത് അനുസരിക്കും, ഇത് കേട്ടാൽ മതി അച്ഛന്, മോൾ സന്തോഷമായിട്ടിരിക്കുമെന്ന് പറയുന്നു. ചന്ദ്രയ്ക്കാണെങ്കിലോ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അച്ഛനും മകൾക്കും സന്തോഷമായില്ലേ, അവിടെ പോയിട്ട് നാണം കെട്ടത് ഞാൻ മാത്രമല്ലേ, എനിക്ക് വയ്യ വിജയേട്ടാ, ഞാൻ ആകെ തല കുത്തിപ്പോയി അവളുടെ മുന്നിൽ. ഇപ്പോൾ അർച്ചനയും അവളും അവരെ വീട്ടുകാരെല്ലാവരും ജയിച്ചു, ഞാൻ മാത്രം തോറ്റു. നീ എങ്ങനെ തോൽക്കും ചന്ദ്രേ, കാരണം നിനക്ക് വേണ്ടിയിട്ടും കൂടിയല്ലേ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാരണം തീർക്കാൻ പറ്റിയൊരു അവസരമാണ് ചിന്നുമോളിലൂടെ നമുക്ക് സാധിക്കുക. അതിപ്പോൾ നേടിക്കഴിഞ്ഞു. അവളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നപ്പോൾ നമ്മളോടുള്ള വിശ്വാസം കൂടുതലായി. നീ കണ്ടോ, ഇനി നമുക്ക് അതിന് തിരിച്ചുപടി കൊടുക്കാനുള്ള ടൈമാണെന്ന് പറയുന്നു. ആര് കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുക്കുന്നത് ചന്ദ്ര വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും കാണിക്കുന്നത് അർച്ചയെ തന്നെയാണ് ഓഫീസിൽ. അങ്ങനെ ദീപ്തി ചോദിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചല്ലേ? എല്ലാം പരിഹരിച്ചു. വിജയൻ എന്തായാലും കേസൊന്നും കൊടുക്കുന്നായിരുന്നു എൻ്റെ പേടി, പക്ഷെ അത് നടന്നില്ല. എന്തായാലും അവർ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വാസു വന്നിട്ട്, ഒരു കേസ് വന്നിട്ടുണ്ട് മാഡം, ഒരു അച്ഛനും മകളുമാണെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ വിളിക്കാനായിട്ട് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനെ പുറത്ത് നിർത്തിയിട്ട് മകളോട് തനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാംഗ്ലൂരിലാണ് പഠിച്ചത്, എം ബി എക്കാണ് പഠിച്ചതും. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു ഡ്രിങ്ക്സ് കഴിക്കുകയും അതിൽ തനിക്ക് ബോധം കെട്ട് വീഴുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം തന്നെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ തൻ്റെ എടുത്തു. അത് വെച്ചിട്ട് ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ചെല്ലാനായിട്ട് പറഞ്ഞു എന്ന രീതിയിലൊക്കെ കേട്ടോ. എല്ലാവരും കേൾക്കുമ്പോൾ ഞെട്ടിത്തെരിക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിലോ തിരിച്ചാണ് ചിന്തിക്കുന്നത്. മറ്റൊന്നല്ല, തനിക്ക് കരിമനക്കുടിയിലുണ്ടായൊരു അനുഭവം, താൻ ബോധം കെട്ട് കിടന്നപ്പോൾ അയാളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു, അയാൾ തൻ്റെ ഫോട്ടോ എടുത്തോ എന്നൊക്കെ രീതിയിലൊക്കെ ചിന്ത തുടങ്ങി കേട്ടോ. അങ്ങനെ ആ കക്ഷികളെ പുറത്ത് പോകാനായിട്ട് പറഞ്ഞു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ദീപ്തി ചോദിക്കുന്നുണ്ട് അർച്ചനയോട്, എന്താ നിൻ്റെ പ്രശ്നം, നീ എങ്ങനെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞതിപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ, എടാ നമ്മുടെ ആ കേസ് എടുക്കാം, അത് ജെനുവിനായിട്ടുള്ള കേസാണ്, പക്ഷേ എൻ്റെ ഒരു അനുഭവം അതിൽ ഓർത്തുപോയി. അന്ന് എനിക്കും ബോധമില്ലാതെ കിടക്കുമായിരുന്നല്ലോ, അയാളുടെ കയ്യിലാണെങ്കിൽ ക്യാമറ ഉണ്ടായിരുന്നു, പിന്നെ അയാൾ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട്, എല്ലാം തട്ടിച്ച് മുടിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു പേടി പോലെ എനിക്കെന്ന് പറയുന്നു. എനിക്ക് സംശയമുണ്ടോ? എനിക്ക് നല്ല സംശയമുണ്ട്, എന്നാൽ നമുക്ക് അയാളെക്കുറിച്ച് അന്വേഷിക്കാം, തീർച്ചയായും അയാളുടെ വിവരങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഹോട്ടലിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ റിസപ്ഷനിൽ തന്നിട്ട് മാനേജറോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അന്ന് മേഡം കണ്ടിട്ടുള്ള ആളെക്കുറിച്ചാണോ ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ,
അയാളുടെ പേരോ രൂപമോ എന്തെങ്കിലും പറയാം, എനിക്കെങ്ങനെ മനസ്സിലാവാനാ മാഡം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദീപ്തിയാണെങ്കിൽ ഏകദേശ രൂപം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്ന ആളാണ്, മദ്യപിക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. JK സാറിനെ കുറിച്ചാണല്ലോ ഇവർ അന്വേഷിക്കുന്നത്. JK സാറിനെ കുറിച്ച് പറഞ്ഞാൽ അയാൾ എന്നെ ശരിയാക്കും, ആരോടും പറയരുത്, ഇവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ തന്നെ അത് പറയാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം തന്നെ അയാൾ പറയുന്നുണ്ട്, ഇല്ല മാഡം എനിക്കറിയില്ല, ഒരുപാട് ആൾക്കാർ വന്നു, ഇപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുകയും ഇല്ല എന്ന് പറയുന്നു കേട്ടോ. ഇവിടുത്തെ CCTV പരിശോധിച്ചാൽ അയ്യോ അത് കംപ്ലൈൻ്റ് ആണല്ലോ മാഡം എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അയാളുടെ പേരറിയോ ചോദിച്ചാൽ പേരും അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് അറിയില്ല മാഡം എന്ന് പറയുന്നു. അങ്ങനെ ദീപ്തിയും അർച്ചനയും കൂടി പുറത്തിറങ്ങി പോകുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അയാൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ, നമുക്ക് നോക്കാം, നമുക്ക് അയാളെ അന്വേഷിച്ച് കണ്ടുവെത്താം, നീ ടെൻഷൻ അടിക്കേണ്ട അർച്ചനയെന്ന് പറയുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ.